ഇപ്പം നമ്മൾ കാണുന്ന ക്യാപ്ഷൻ ഒരുപാട് അർത്ഥവത്തായിട്ടുള്ള ഒരു ക്യാപ്ഷനാണ്. പറയുന്നത് ഇങ്ങനെയാണ്: ശക്തിയുള്ള ആളുകൾ മറ്റുള്ളവരെ തരം താഴ്ത്തി ഒരിക്കലും കാണില്ല, മറ്റുള്ളവരെ കൈത്താങ്ങ് ചെയ്യും. അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ചർച്ചാ വിഷയം. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് മറ്റുള്ളവരെ ഇടിച്ചു താത്തുന്നത് കാണാനായിട്ട് കഴിയും. പരീക്ഷിച്ച് നിന്നിച്ച് കളിയാക്കി ഇടിച്ചു താത്തുന്നത് കാണാൻ കഴിയും. അവരധികം പേര് ഒരു കഴിവില്ലാത്തവരായിരിക്കും. അതൊരു ഉദാഹരണമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ സിനിമ എടുത്താൽ മതി. സന്തോഷ് പണ്ഡിറ്റ് എന്ന പേരിലുള്ള ഒരു വ്യക്തി സിനിമയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തിനെ ഇടിച്ചു താത്താൻ നോക്കി. ഇടിച്ചു താത്തുന്നവരുടെ ഇടയിലും അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന വലിയ വലിയ നടന്മാർ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് മധു സാർ. അപ്പോൾ ഇടിച്ചു താത്തിയതുകൊണ്ട് ഒരാളെ പൂർണ്ണമായിട്ട് നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഇന്ന് സന്തോഷ് പണ്ഡിറ്റ് ആരാണ്? കളിയാക്കവരുടെ മുമ്പിൽ അദ്ദേഹം ഒരു ശോഭിക്കുന്ന വൈരക്കല്ലാണ്. അദ്ദേഹം ഒരുപാട് പേരെ പ്രോത്സാഹിപ്പിക്കുന്നു, ഒരുപാട് പേരെ സഹായിക്കുന്നു. ഇതുപോലെ MA യൂസഫ് അലി, അദ്ദേഹം ശക്തനായിട്ടുള്ളൊരു വ്യക്തിത്വത്തിനുടമയാണ്. 67,000 കോടി രൂപയുടെ ആസ്തിയുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ കുലപതിയാണ്. അദ്ദേഹം ഒരുപാട് പേരെ സഹായിക്കുന്നു, അല്ലാണ്ട് ആരെയും കളിയാക്കുന്നില്ല, പരിഹസിക്കുന്നില്ല. ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലേഴ്സിൻ്റെ സാരഥി ബോബി ചെമ്മണ്ണൂർ ഒരു വർഷം 4,000 കോടിയുടെ മുകളിൽ വരുമാനമുള്ള സ്ഥാപനമാണ്. അവർ ഒരുപാട് പേരെ സഹായിക്കുന്നു. ഈ സഹായിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. പക്ഷെ അവരുടെ ജീവിതത്തിൻ്റെ ദർശനമാണ് അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത്. ലോകത്തിലുള്ള വലിയ കോടീശ്വരന്മാരെ നമുക്ക് കാണാൻ കഴിയും, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരുപാട് പേരെ കാണാൻ കഴിയും, സഹായിക്കാത്ത ഒരുപാട് പേരും ഉണ്ട്. അപ്പോൾ മനസ്സിന് ശക്തിയുള്ള ഒരു വ്യക്തി എപ്പോഴും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കും. കഴിവില്ലാത്തവർ മാത്രമേ മറ്റുള്ളവരെ ഇടിച്ചു താത്തി സംസാരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ളവർ മുടിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കത്തുള്ളൂ. കട്ടിയുള്ള മനസ്സിനുടമ ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും മറ്റൊരാളെ ഇടിച്ചു താത്തി സംസാരിക്കില്ല. അത് വലിയൊരു യാഥാർത്ഥ്യമാണ്.